ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति सुपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता शिवशाखान्वितंश्च। हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पति गोपेश गोपिकान्त राधाकान्त नमोस्तुते। तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्तवृंद। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। ഹരേ കൃഷ്ണ ഹരിയം തത്സത്. അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് ബൈഹാർട്ട് ശ്ലോകം വായിക്കാം. 2-13 ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ്, 2-ാമത്തെ അധ്യായം 13-ാമത്തെ ശ്ലോകം. ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തര പ്രാപ്തിർ ധീരസ്തത്ര ന മുഹ്യതി. ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തര പ്രാപ്തിർ ധീരസ്തത്ര ന മുഹ്യതി. സ്മിത മാതാജി. ഹരേ കൃഷ്ണ. നമോ ഭഗവതി വാസുദേവായ. ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തര പ്രാപ്തി ധീരസ്തത്ര ന മുഹ്യതി. മംഗള മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തര പ്രാപ്തിർ ധീരസ്തത്ര ന മുഹ്യതി. ഹരേ കൃഷ്ണ. സുജി മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തര പ്രാപ്തിർ ധീരസ്തത്ര ന മുഹ്യതി. ഹരേ കൃഷ്ണ. ട്രാൻസ്ലേഷൻ കൂടി വായിക്കും മാതാജി. ഹരേ കൃഷ്ണ. ശരീരസ്ഥനായ ആത്മാവ് ബാല്യത്തിൽ നിന്ന് യൗവനത്തിലേക്കും പിന്നെ വാർദ്ധക്യത്തിലേക്കും കടക്കുന്നത് പോലെ മരണശേഷം മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. സമചിത്തനായ ഒരാൾക്ക് ഈ പരിണാമത്തെ പറ്റി സംഭ്രമം ഉണ്ടാവില്ല. ഹരേ കൃഷ്ണ. ഹരിബോൾ. ഹരിബോൾ. As the embodied soul continuously passes in this body from boyhood to youth to old age, the soul similarly passes into another body at death. A sober person is not bewildered but by such a change. So, നമ്മളുടെ ആത്മാവിൻ്റെ ആ ശാശ്വതമായിട്ടുള്ള അവസ്ഥയെ പറ്റിയിട്ടാണ് ഭഗവാൻ പറയുന്നത്. ഓക്കെ, ഒരിക്കലും ആത്മാവിന് തുടക്കമില്ല, അന്ത്യമില്ല, മധ്യമില്ല. ഓക്കെ, അപ്പോൾ അത് ഈ ശരീരത്തിൻ്റെ ആ കുടുക്കിൽ വന്നു പെടുമ്പോൾ ശരീരം എന്ന് ബോയ്ഹുഡ് യൂത്തിലേക്കും യൂത്തിൽ നിന്ന് വൃദ്ധാവസ്ഥയിലേക്കൊക്കെ മാറും. പക്ഷേ ആത്മാവിന് യാതൊരു മാറ്റം സംഭവിക്കുന്നില്ല. ആത്മാവ് ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരത്തിലേക്ക് മാറുന്ന പോലെ അതങ്ങനെ പല ശരീരത്തിലും അവനവൻ്റെ കർമ്മത്തിൻ്റെയും ആഗ്രഹത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മാറിക്കൊണ്ടിരിക്കും മുക്തി കിട്ടുന്നവരെ. അപ്പൊ എംബോഡീഡ് സോൾ. അപ്പോൾ എന്താണ് എംബോഡീഡ് സോൾ പറഞ്ഞാൽ? നമ്മുടെ ഈ ആത്മാവിന് ഒരു ആവരണം കിട്ടിയിരിക്കുകയാണ്. ബോഡി എന്തായാലും വേണം. ഒന്നുകിൽ നമുക്ക് സച്ചിദാനന്ദമായിട്ട് ബോഡി വേണം, അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള ബോഡി വേണം. ബോഡി എല്ലാവർക്കും ഉണ്ട്. സോളാണ്, അത് സീഡ് ഫോമിലാണ് ഇപ്പോൾ സോൾ. അപ്പോൾ അതിന് കമ്പാറ്റബിൾ അല്ലാത്തൊരു ആവരണത്തിലാണ് ഇപ്പോൾ അത് നിൽക്കുന്നത്. അതുകൊണ്ട് ആ ആത്മാവ് ശരീരത്തിനെ മിസ് ഐഡന്റിഫൈ ചെയ്യണം. ഞാൻ ഐ എം എൻ ഇന്ത്യൻ, ഐ എം വൈറ്റ്, ഐ എം ബ്ലാക്ക്, ഐ എം ബ്യൂട്ടിഫുൾ, ഐ എം ദിസ്, ഐ എം ദാറ്റ്. ഓക്കെ, ഓക്യുപ്പേഷൻ ഐ എം ഡോക്ടർ, ഐ എം എഞ്ചിനീയർ,
എന്നുള്ള ഈ ബോഡ്ലി ഡിസിഗ്നേഷൻസ് ആണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യപ്പെടുന്നത്. ആക്ച്വലി നമ്മൾ ഭഗവാന്റെ നിത്യസേവന്മാരാണ്. ജീവരെ സ്വരൂപമായി കൃഷ്ണന്റെ നിത്യദാസ്. അത് മറന്ന് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള ടെമ്പററി ആയിട്ടുള്ള ഐഡന്റിഫിക്കേഷന്റെ പിന്നാലെ പോവാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പറയുന്നത് എ സോബർ പേഴ്സൺ ഈസ് നോട്ട് ബിൽഡഡ് ബട്ട് ബൈ സച്ച് എ ചേഞ്ച്. ഒരു ബുദ്ധിമാൻ വ്യക്തി, ഈ ജ്ഞാനമുള്ള ഒരു വ്യക്തി ഈ ചേഞ്ചിനെ അവർ കാര്യമാക്കില്ല. കാരണം ആത്മാവിന് യാതൊരു മാറ്റം സംഭവിക്കുന്നില്ല. ആത്മാവ് എറ്റേണലാണ്. അപ്പോൾ ഈ ജ്ഞാനം നമ്മളുടെ ഭാരതഭൂമിയിൽ ജനിച്ച സനാതന ധർമ്മം ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കുള്ളൂ. ഓക്കെ, ഇപ്പോൾ റഷ്യയിലോ അമേരിക്കയിലോ യൂറോപ്പിലോ ഒരു PhD ഡിഗ്രി എടുത്ത ആൾക്കാർക്കും ഇതറിയില്ല. നമ്മളുടെ പറമ്പിൽ കളയ്ക്കുന്ന അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന ഒരു സാധാരണ വ്യക്തിക്കും കൂടി ഈ അറിവുണ്ട്, ഇല്ലേ? ഞാൻ ശരീരമല്ല, ഞാൻ ആത്മാവ് ആണ് എന്നുള്ള ആ ഒരു ഒന്നും പഠിച്ചിട്ടില്ല, ഭഗവത്ഗീതയും ഭാഗവതം ഒന്നും അറിയില്ലെങ്കിലും ഈ മിനിമം ക്വാളിഫിക്കേഷൻ, മിനിമം നോളജ് എല്ലാവർക്കും ഉണ്ട്. സനാതന ധർമ്മം ഫോളോ ചെയ്ത് ഞാൻ ശരീരമല്ല, ഞാൻ ആത്മാവാന്നുണ്ട്. ഒരു 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 വിദ്യയും ഒരു സ്കൂളിലും പോകാത്ത ആൾക്കാർക്കും ഒന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ അമേരിക്കയിലോ റഷ്യയിലോ യൂറോപ്പിലോ കാനഡയിലോ അങ്ങനത്തെ സ്ഥലത്ത് വലിയ വലിയ PhD ഡിഗ്രി ഹോൾഡേഴ്സ് ആയിരിക്കും. അവർക്ക് ഈ ജ്ഞാനമില്ല. അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു പറയുന്നത്, ഭാരതഭൂമിതെ ജന്മഹൈര യാർ ജന്മ സാർത്ഥക കരി കര ഉപകാര. ഭാരതഭൂമിതെ ഹൈല മനുഷ്യ ജന്മയാര ജന്മ സാർത്ഥക കരി കര ഉപകാര. കാരണം നമ്മൾ ഭാരതഭൂമിയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഈ അറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. അത് നമ്മുടെ കടമയാണ്, അത് നമ്മുടെ കർത്തവ്യമാണ്. അതൊന്നും നമ്മൾ പിന്നോക്കം പോകാൻ പാടില്ല. കാരണം അവർക്കറിയില്ല. അവർ ടെക്നോളജിക്കലി അല്ലെങ്കിൽ ആധുനിക ശാസ്ത്രത്തിലൊക്കെ അവർ ഒരുപാട് മുൻപിലായിരിക്കാം. പക്ഷെ ബേസിക് ആയിട്ടുള്ള ഈ വിവരം, ഈ ജ്ഞാനം അവർക്കില്ല. അപ്പോൾ ഇത് അവരെ, അതായത് സ്പിരിച്വാലിറ്റി അവർക്കറിയില്ല. അപ്പോൾ ഇതിനെപ്പറ്റി അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ ഡ്യൂട്ടി, കടമയാണ്, ഉത്തരവാദിത്തമാണ്. അതിൽ നമ്മൾ പരാജയപ്പെട്ടു. അതുകൊണ്ടാണ് ഇന്ന് ലോകത്തിലെല്ലാവരും ക്ലേശങ്ങൾ അനുഭവിക്കുന്ന പറയുന്നത്. വൈ പീപ്പിൾ ആർ സഫറിങ് ഇൻ ദിസ് മോഡേൺ വേൾഡ്? ബിക്കോസ് നമ്മൾ ഭാരതഭൂമിയിൽ ജനിച്ച ആൾക്കാര്, സനാതനധർമ്മം ഫോളോ ചെയ്യുന്ന ആൾക്കാര് വേണ്ടുന്ന ആ ദൗത്യം ഏറ്റെടുത്ത് ചെയ്യുന്നില്ല. അതുകൊണ്ട് അതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതായത് ആത്മാവിന് യാതൊരു വ്യത്യാസവും യാതൊരു ചേഞ്ചും വരുന്നില്ല. നേരെ മറിച്ച് ശരീരം അത് വളർന്നുകൊണ്ടിരിക്കുന്നു. അത് കുട്ടിക്കാലത്ത് നിന്ന് ബോയ്വുഡിൽ നിന്ന് യൂത്തിലേക്കും, യൂത്തിൽ നിന്ന് വൃദ്ധാവസ്ഥയിലേക്കും, വൃദ്ധാവസ്ഥയിൽ നിന്ന് വേറൊരു ശരീരത്തിലേക്കും മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇന്നത്തെ ശ്ലോകം 5:21 അല്ലേ? കൃഷ്ണ പ്രഭുജി, ഇവിടെ പ്രഭുജി പറഞ്ഞു ആത്മാവിന് ആവരണമുണ്ട് എന്നുള്ളത്. അത് ശരീരത്തിനല്ലല്ലോ പറഞ്ഞത്, ആ ഡെസിഗ്നേഷനാണോ പറയുന്നത്? അല്ല, ആത്മാവിന്റെ ആവരണമാണ് ഈ ശരീരം. ഇത് താൽക്കാലികമായിട്ടുള്ള ശരീരമാണ് ഇപ്പോൾ ഉള്ളത്. പെർമനന്റ് ആയിട്ടുള്ള ശരീരം എന്ന് പറഞ്ഞാൽ സച്ചിദാനന്ദമാണ്. ഓക്കെ, അവിടെ എൻ്റെ ആത്മാവ് എന്നില്ല, അത് കംപ്ലീറ്റ് സച്ചിദാനന്ദമാണ്. അപ്പോൾ അവിടെ ഒരു സെപ്പറേഷൻ വരുന്നില്ല. ഇത് ശരീരം ഒന്നും ആത്മാവ് വേറെ. അപ്പോൾ ആത്മാവിന് ഇത് എൻ്റെ ആത്മാവ്, ഇത് എൻ്റെ കൈ, ഇതെൻ്റെ കണ്ണ്, ഇതെൻ്റെ മൂക്ക്. അപ്പോൾ അവിടെ ഒരു സെഗ്രിഗേഷൻ വന്നു. മറ്റത് നമ്മൾ സച്ചിദാനന്ദമാകുമ്പോൾ എല്ലാം സച്ചിദാനന്ദമാണ്. എൻ്റെ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇല്ല, എല്ലാം ഞാൻ തന്നെയാണ്. അപ്പോൾ ഇത് എൻ്റെ എന്ന് പറഞ്ഞാൽ ഞാനും ഈ ചൂണ്ടിക്കാണിക്കുന്നതും വ്യത്യസ്തമാണ്. ഇത് എൻ്റെ കൈ, അപ്പോൾ കൈയാണോ ഞാൻ? അല്ല. ഇത് എൻ്റെ മൂക്ക്, ഈ മൂക്കാണോ ഞാൻ? അല്ല. എൻ്റെ കണ്ണ്, കണ്ണാണോ ഞാൻ? അല്ല, അല്ലേ? പക്ഷെ സച്ചിദാനന്ദമായിട്ടുള്ള നമുക്ക് ആ രൂപം കിട്ടുമ്പോൾ, ആ ശരീരം കിട്ടുമ്പോൾ എല്ലാം നമ്മൾ തന്നെ. അത് അവിടെ എൻ്റെ എന്നുള്ള കൺസെപ്റ്റ് വരുന്നില്ല, ഭഗവാന്റെ അംശമാണ് നമ്മൾ. ആ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ ആയിരിക്കും. അപ്പോൾ ഭഗവാന്റെ അംശം നമ്മൾ, ഭഗവാൻ സച്ചിദാനന്ദമാണ്, നമ്മളും സച്ചിദാനന്ദമാണ്. ഇവിടെ ഇപ്പം നമ്മൾ ഭഗവാന്റെ അംശമാണെങ്കിലും കൂടിയിട്ട് നമ്മൾ ആ അംശം ഈ ശരീരത്തിനോട് ആണ് ഉപമിക്കുന്നത്. ആത്മാവിനെ മറന്നിട്ട് ശരീരം, ഞാൻ എന്ന് പറഞ്ഞാൽ ശരീരം, അങ്ങനെ ഒരു മിസ്കൺസെപ്ഷനാണ് നമ്മൾ ജീവിക്കുന്നത്. ആ ഒരു വ്യത്യാസം. നമ്മൾ ശരീരത്തിനെ ശരീരധാരി,
ശരീരത്തിന് ധരിച്ചിരിക്കുകയാണ്. എങ്ങനെ നമ്മൾ ഷർട്ടും പാൻസും അല്ലെങ്കിൽ സാരിയൊക്കെ ധരിക്കുന്നു, അതേപോലെ ഈ ആത്മാവ് ശരീരത്തിന് ധരിക്കുകയാണ് ഭൗതിക ലോകത്തിൽ. ആധ്യാത്മിക ലോകത്തിൽ ശരീരത്തിന് ധരിക്കുന്നില്ല. നമ്മളെല്ലാം സച്ചിദാനന്ദമാണ് പൂർണ്ണമായിട്ടും. ആ പൂർണ്ണമായിട്ടുള്ള ഭഗവാന്റെ അംശമായിട്ടുള്ള നമ്മൾ ഭഗവാനെ സേവിക്കുന്നു. ആ വ്യത്യാസം. പ്രഭുജി, അപ്പൊ ഈ വൈകുണ്ഠത്തിലുള്ള വൈകുണ്ഠല്ല, ദേവലോകത്തിലുള്ള ആൾക്കാർക്കും ഇതേ തന്നെയല്ലേ വരുന്നത്? എല്ലാവർക്കും, ഈ ഭൗതിക ലോകത്തിലുള്ള എല്ലാവർക്കും അതേപോലെയാണ്. വൈകുണ്ഠത്തില് സച്ചിദാനന്ദ രൂപല്ലേ ഉള്ളത്? അതെ, അതായത് ഭൗതിക ലോകത്തില് കുറച്ചുകൂടി ഉയരത്തിലോട്ട് പോകുമ്പോൾ സട്ടിലായിരിക്കും, ഗ്രോസ് ആയിരിക്കില്ല. ഓക്കെ, ആ സ്ട്രക്ചർ, ശരീരത്തിന്റെ സ്ട്രക്ചർ സട്ടിലായിരിക്കും, കുറച്ചുകൂടി സൂക്ഷ്മതലത്തിലായിരിക്കും, കുറച്ചുകൂടി ഹയർ ലെവലിലായിരിക്കും. അവിടെ മുകളിലേക്ക് പോകുന്നതും മിസറീസ് കുറയും, അതായത് പിന്നെ ഹാപ്പിനെസ് കൂടും. ഇവിടെ ഒരു സമ്മിശ്രം പോലെയാണ് ഹാപ്പിനെസ്സും സോറവും. അവിടെ താഴോട്ട് പോകുന്നതോറും നേർവിപരീതം, ഹാപ്പിനെസ് കുറയും, മിസറി കൂടും. ഇത് മിഡിൽ പ്ലാനറ്ററി സിസ്റ്റം ഏകദേശം ഒരു മിശ്ര രൂപത്തിലാണ്. രണ്ടും, സന്തോഷവും അതേപോലെ സന്താപവും, ദുഃഖവും സുഖവും. മുകളിലേക്ക് പോകുന്നതോറും അവരുടെ പ്യൂരിറ്റി, അവരുടെ ജ്ഞാനം, അവരുടെ ഭഗവാനോടുള്ള ആ വിശ്വാസം, ഇതൊക്കെ കൂടുന്നവരും പാപകർമ്മങ്ങളിൽ അധികം കുറവേ ഉള്ളൂ അവർ ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്ക് എന്താണ്, കൂടുതൽ സുഖവും കുറച്ച് ദുഃഖവും. എങ്കിലും അവർക്കും ശരീരം ഭൗതികമാണ്, നമ്മളെ പോലെ തന്നെ. പക്ഷെ അത് കുറച്ചും കൂടി സൂക്ഷ്മതലത്തിലായിരിക്കും മാത്രം. ഓക്കെ മാതാജി, വേറെ എന്തെങ്കിലും? മനസ്സിലായി പ്രഭുജി. ഓക്കെ, അടുത്ത് കർമ്മയോഗ 521 അല്ലേ? വൺ സെക്കൻഡ്, ഓപ്പൺ ചെയ്യാൻ സമയം എടുക്കുന്നു. ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ്, അധ്യായം 5, ശ്ലോകം 21. ബാഹ്യസ്പർശേഷു അസക്താത്മാ വിന്ദതി ആത്മനി യത്സുഖം സ ബ്രഹ്മയോഗയുക്താത്മാ സുഖം അക്ഷയമശ്നുതേ. ബാഹ്യസ്പർശേഷു അസക്താത്മാ വിന്ദതി ആത്മന്യത്സുഖം സ ബ്രഹ്മയോഗയുക്താത്മാ സുഖം അക്ഷയമശ്നുതേ. സ്മിത മാതാജി. ഹരേ കൃഷ്ണ. നമോ ഭഗവതി വാസുദേവായ. ബാഹ്യസ്പർശേഷു സക്താത്മാ വിന്ദത്യാത്മനി യത്സുഖം സ ബ്രഹ്മയോഗയുക്താത്മാ സുഖമക്ഷയമശ്നുതേ. ഹരേ കൃഷ്ണ. മംഗള മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ബാഹ്യസ്പർശേഷു സക്താത്മാ വിന്ദന്ത്യാത്മനി യത്സുഖം സബ്രഹ്മയോഗയുക്താത്മാ സുഖം അക്ഷയം അശ്നുതേ. മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ബാഹ്യസ്പർശേഷ്വസാത്മാ വിന്ദത്യാത്മനി യത്സുഖം സ ബ്രഹ്മയോഗയുക്താത്മാ സുഖമക്ഷയമശ്നുതേ. ഹരേ കൃഷ്ണ. ട്രാൻസ്ലേഷൻ കൂടി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. മുക്തനായ ഒരാൾക്ക് ഭൗതികമായ ഇന്ദ്രിയ സുഖങ്ങളിൽ ആസക്തി ഉണ്ടാവില്ല. അയാൾ സമാധി പൂണ്ട് ആത്മാവിൽ തന്നെ എപ്പോഴും ആനന്ദം അനുഭവിക്കുന്നു. പരമതത്വത്തിൽ ഏകാഗ്രമായി മനസ്സൂന്നുന്നത് കൊണ്ട്
ആത്മസാക്ഷാത്കാരം ലഭിച്ച വ്യക്തി അളവറ്റ ആനന്ദം അനുഭവിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. Very well. Such a liberated person is not attracted to material sense pleasure, but is always in trance, enjoying the pleasure within. In this way, the self-realized person enjoys unlimited happiness, for he concentrates on the Supreme. അപ്പം അങ്ങനെ ഒരു മുക്താവസ്ഥയിലുള്ള ഒരു വ്യക്തിയുടെ കാര്യമാണ് വരുന്നത്. അവർക്ക് ഈ ഭൗതിക സുഖത്തിൽ ആസക്തി ഉണ്ടായിരിക്കില്ല. അവരെ കാരണം ഈശ്വര സാക്ഷാത്കാരം ലഭിച്ചു കഴിഞ്ഞു. അപ്പോ ഞാൻ ആരാണ്, ഭഗവാൻ ആരാണ്, ആ ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞു. അപ്പൊ ആ ഭഗവാന്റെ സേവനത്തില് അവര് അളവറ്റ ആനന്ദം അവിടെ അനുഭവിക്കുന്നു. അളവറ്റ ആനന്ദം. നമ്മളുടെ ഭൗതിക തലത്തിലുള്ള ഇന്ദ്രിയ തൃപ്തി, ഇന്ദ്രിയ ഭോഗത്തിൽ കിട്ടുന്ന ആ ഒരു സന്തോഷം ലിമിറ്റഡ് ആണ്, ടെമ്പററി ആണ്, അല്ലെ, വളരെ വളരെ ക്ഷണികമാണ്. അതല്ല അവിടുത്തെ കിട്ടുന്ന ആനന്ദം. ഈശ്വര സാക്ഷാത്കാരത്തിൽ കിട്ടുന്ന ആനന്ദം പറഞ്ഞാൽ അത് അളവറ്റ ആനന്ദമാണ്. അത് ആനന്ദാംബുതി വർധനം, അത് കൂടിക്കൊണ്ടേയിരിക്കുന്നു. നമ്മള് ഭഗവാനോട് എത്രത്തോളം എടുക്കുന്നു, എത്രത്തോളം സേവനം നമ്മൾ ചെയ്യുന്നു, അതിനനുസരിച്ച് ആ ആനന്ദം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. നേരെ മറിച്ച് ഇന്ദ്രിയ ഭോഗം ചെയ്യുമ്പോൾ എത്രത്തോളം ഇന്ദ്രിയ ഭോഗം ചെയ്യുന്നു അത്രത്തോളം അതിൻ്റെ ടേസ്റ്റ് കുറഞ്ഞു വരും. അല്ലേ? ഇപ്പൊ നമ്മളിപ്പോ നല്ലൊരു ഭക്ഷണം കിട്ടി, മംഗളമാതേജിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം എന്താ? രസഗുള്ളയാണോ, സ്വീറ്റ്? ഓക്കെ, രസഗുള്ള ഞാൻ മംഗളമാതേജിക്ക് നല്ല ഇഷ്ടമല്ലേ രസഗുള്ള പറഞ്ഞിട്ട് ഞാൻ 2 രസഗുള്ള തരുന്നു. മംഗളമാതേജി ഭയങ്കര ഇഷ്ടം, നല്ലായിട്ട് കേട്ടോ. 3ാമത്തെ തരുന്നു, അതും കഴിച്ചു. 4ാമത്തെ പ്രഭു മതി കേട്ടോ, വേണ്ട. 5ാമത്തെ വീണ്ടും തരും, വേണ്ട. എന്തേ, ഇഷ്ടമല്ലേ, എന്താ കഴിക്കാത്തത്? അപ്പൊ അവിടെ സേഷ്യേഷൻ, അവിടെ വെറുപ്പ് തോന്നി. അതാണ്, അത് ക്ഷണികമാണ്, ടെമ്പററി ആണ്. നമുക്ക് ഒരു ലിമിറ്റിൽ കൂടുതൽ കഴിക്കാൻ പറ്റില്ല. എത്ര തന്നെ ഇഷ്ടമുള്ളതാണ് ശരി, ഒരു സം പോയിന്റ് ഓഫ് ടൈം വി ഗെറ്റ് ഫെഡ് അപ്പ്, മതി, ഇനഫ് ഈസ് ഇനഫ്. മറ്റത് ഭഗവാന്റെ സേവനം, അതാണ് നമ്മൾ ഭഗവാന്റെ സേവനത്തിന്റെ കാര്യം പറയുമ്പോൾ, ഭഗവാന്റെ ലീലകൾ ചർച്ച ചെയ്യുമ്പോൾ, ഓക്കെ, ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോൾ, ഇത് നമ്മള് മറ്റുള്ളവരെകൾ ഷെയർ ചെയ്യുമ്പോൾ, മച്ചിത്ത മദ്ഗത പ്രാണ ബോധയന്ത പരസ്പരം കഥയന്തശ മാം നിത്യം തുഷ്യന്തി ചരമന്തിച്ച. നിത്യേന നമ്മൾ ചെയ്താലും ശരി നമുക്ക് തുഷ്യന്തിച്ച, അതായത് ആ രമിക്കല്, അളവറ്റ ആനന്ദം അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുള്ളൂ. നേരെ മറിച്ച് ഭൗതിക സുഖം നേരത്തെ പറഞ്ഞ പോലെ ഒരു രസഗുള്ള 2, 3, 4 ഓക്കെ, അതിലപ്പുറം കഴിഞ്ഞാൽ മതി, എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, അല്ലേ? അപ്പോൾ അതാണ് നമ്മളുടെ ഭൗതിക സുഖം പിന്നെ ആധ്യാത്മിക സുഖം തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ അത് ആരൊക്കെ സംഭവിക്കുള്ളൂ? സെൽഫ് റിയലൈസ്ഡ് പേഴ്സൺ, ഈശ്വര സാക്ഷാത്കാരം. അപ്പൊ നമ്മുടെ തലം ആ തലത്തിലേക്ക് എത്തിയില്ല. അതുകൊണ്ട് നമ്മൾ എന്തിന്റെ പിന്നാലെ? ഇന്ദ്രിയ സുഖത്തിന്റെ പിന്നാലെ. ഇന്ദ്രിയ സുഖം എല്ലാ ഇന്ദ്രിയങ്ങൾക്കും എന്താണോ സുഖം തരുന്നത്, കണ്ണ്, അല്ലെ, മൂക്ക്, ചെവി, സ്പർശം, നാവ്, ഇതിനൊക്കെ എന്താണോ സുഖം തരുന്നത് ആ ഇന്ദ്രിയ ഭോഗത്തിൽ ഏർപ്പെടാനാണ് നമുക്ക് ഇപ്പോൾ ആഗ്രഹം. കാരണം നമ്മൾ ഹയർ ടേസ്റ്റ് ഇതേവരെ അനുഭവിച്ചിട്ടില്ല. ഹയർ ടേസ്റ്റ് അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം വളരെ വളരെ തുച്ഛമായിട്ട് തോന്നും നമുക്ക്. ആ തലത്തിലേക്ക് ഉയരണം നമ്മൾ. ആ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടിരാണ് ഭഗവാൻ അർജുനനെ ഇവിടെ ചെയ്യുന്നത്. സോ ഇൻ ദിസ് വേ ദ സെൽഫ് റിയലൈസ്ഡ് പേഴ്സൺ എൻജോയ്സ് അൺലിമിറ്റഡ് ഹാപ്പിനെസ്, ഫോർ ഹി കോൺസെൻട്രേറ്റ്സ് ഓൺ ദ സുപ്രീം. അങ്ങനെ ഭഗവാന്റെ സേവനത്തില് ഭഗവാനെ മന്മനാഭവ മത് ഭക്തോ മദ്യാജി മാം നമസ്കുരു, അല്ലെ? ഈ 4 കാര്യത്തിൽ ഏർപ്പെടുമ്പോൾ പ്രധാനപ്പെട്ടത് എപ്പോഴും സ്മരിക്കുക. പിന്നെന്താ ചെയ്യണം? മത് ഭക്തോ, എൻ്റെ ഭക്തനാവുക. മധ്യാജി, എന്നെ ആരാധിക്കുക. നമസ്കുരു, എന്നെ പ്രണമിക്കുക. ഇതിൽ കിട്ടുന്ന ആനന്ദം ഒരിക്കലും ഭൗതിക ലോകത്തിലെ ആനന്ദത്തിനോട് തുല്യമാവില്ല. അതിനെ കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ല. ഓക്കെ, അപ്പോ സ്മരണ, ആ സ്മരണ വരണമെന്നുണ്ടെങ്കിൽ, മന്മന, എപ്പോഴും സ്മരണ വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ശ്രവണം കീർത്തനം ചെയ്യണം. ശ്രവണം കീർത്തനം, അത് കഴിഞ്ഞാൽ വിഷ്ണു സ്മരണം വരും.
എപ്പോഴും സദാസമയം നമ്മൾ ഭഗവാന്റെ ശ്രമിക്കുക, ഭഗവാന്റെ കഥകളും ഭഗവാന്റെ നാമങ്ങളും ഭഗവാന്റെ ലീലകളും ഇതെല്ലാം നമ്മൾ ശ്രവിക്കുമ്പോൾ അത് പിന്നെ അതിനുശേഷം ശ്രവിച്ചാൽ മാത്രം പോരാ, അതിനെ നമ്മൾ കീർത്തിക്കുക കൂടെ ചെയ്യണം, സ്തുതിക്കുക കൂടെ ചെയ്യണം. ഇത് രണ്ടും ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് എപ്പോഴും ഭഗവാന്റെ സ്മരണ വരും. ഇല്ലേ? ഭഗവാന്റെ സ്മരണയ്ക്ക് വേണ്ടിയാണ് അത് ചെയ്യുന്നത്, ശ്രവണം കീർത്തനം. ഭഗവാൻ എന്താണ് ഭഗവത്ഗീതയിൽ പറയുന്നത്? അന്ധകാലേച്ച മാം ഏവ സ്മരൻ മുക്ത്വ കലൈവരം. നമ്മളെ അവസാന നിമിഷത്തിൽ നമ്മുടെ ശരീരം വെടിയുന്ന സമയത്ത് സ്മരിക്കണം. അതിനു വേണ്ടിയാണ് ശ്രവണം കീർത്തനം. അപ്പൊ ആദ്യം തന്നെ എന്താ പറയുന്നത്? ശ്രവണം കീർത്തനമൊക്കെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് 24 മണിക്കൂറും ശ്രവണം. ഇപ്പൊ എന്തെങ്കിലും നമുക്ക് പെട്ടെന്ന് ഒരു എന്തെങ്കിലും സംഭവിക്കുകയാണ്, നമ്മൾ കയ്യിൽ നിന്ന് ഒരു സാധനം വീഴാണ്, അല്ലെങ്കിൽ നമ്മൾ വീഴാണ്, അല്ലെങ്കിൽ നമ്മുടെ കുട്ടിയാണ് വീഴാണ്, അയ്യോ അയ്യോ എന്ന് പറയും ഉടനെ, അല്ലേ? ആക്ച്വലി എന്താണ് പറയുന്നത്? പറയേണ്ടത് എന്താണ്? ഓ കൃഷ്ണ, അല്ലേ? അത് വരണം. കാര്യം നമ്മൾ കുട്ടിക്കാലം മുതൽക്ക് എന്താണ് ശീലിച്ചത്? അയ്യോ പറഞ്ഞിട്ട്, അയ്യോ അമ്മേ. അയ്യോ എന്ന് പറഞ്ഞ ആരാണ്? ആരാണ് അയ്യോ? കാലന്റെ ഭാര്യയല്ലേ? യമരാജാവിന്റെ സഹോദരിയാന്നാ ഞാൻ കേട്ടിരിക്കുന്നത്, അല്ലേ? യമനെയാണോ? നമുക്ക് ഭാര്യയാണോ? ഓക്കെ, ഭാര്യയാണെങ്കിൽ ഭാര്യ, ആരാണെങ്കിലും യെസ്. അയ്യോ എന്ന് പറഞ്ഞാൽ കാലന്റെ ഭാര്യയായിരിക്കും. ഓക്കെ, എന്തായാലും അവരുടെ പ്രസൻസ് നമുക്ക് വേണ്ട. നമ്മൾ അയ്യോ വരുമ്പോൾ അവർ വരും. അപ്പൊ അവരെ കാന്താൻ മുഴുവൻ വരും, അവരുടെ ഫാമിലി മുഴുവൻ വരും. അതിൽ എന്താ പറയുക, യമ രാജാവും യമ കിങ്കരന്മാരും ഒക്കെ ഉണ്ടാവും. അവരെ നമുക്ക് കാണണ്ട. അപ്പൊ നമ്മള് കുട്ടിക്കാലം മുതൽക്ക് എന്താണോ ശീലിക്കുന്നത് അതായിരിക്കും വരിക. അപ്പോൾ കുട്ടിക്കാലം മുതൽക്ക് ശ്രവണം കീർത്തനം ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി സ്മരണം എന്തായിരിക്കും? ഭഗവാന്റെ കാര്യങ്ങൾ. അപ്പൊ അതിനാണ് ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം. അപ്പൊ നമ്മൾ അന്ധകാലേച്ച മാം ഏവ സ്മരൻ മുക്തോ കലൈവരം. നമ്മുടെ ശരീരം വെടിയുന്ന സമയത്ത് ഭഗവാനെ സ്മരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ ഭൗതിക ലോകത്തിലേക്ക് വരേണ്ട ആവശ്യം വരുന്നില്ല. നമ്മളുടെ സച്ചിദാനന്ദമായിട്ടുള്ള ദേഹം കിട്ടി ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടാനുള്ള യോഗ്യത നമുക്ക് താനെ വന്ന് ചേരും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ലിബറേറ്റഡ് ആവണം ഈ ഭൗതിക ഇന്ദ്രിയ ഭോഗത്തിൽ നിന്ന്. എന്നാൽ മാത്രമേ നമുക്ക് തിരിച്ചു പോകാനുള്ള ആ യോഗ്യത കിട്ടുള്ളൂ, തിരിച്ച് ഭഗവാനെ സേവിക്കാനുള്ള. ആ സേവനത്തിൽ നമ്മളുടെ ആനന്ദം അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു, മറ്റത് കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നമ്മളത് എത്രത്തോളം അതിൽ ഇൻഡൽജ് ചെയ്യുന്നു, ഭൗതിക സുഖത്തില് ഭൗതിക കാര്യങ്ങളിൽ എത്രത്തോളം നമ്മൾ ഇൻഡൽജ് ചെയ്യുന്നു അത്രത്തോളം നമ്മൾ അതിൻ്റെ താല്പര്യം കുറഞ്ഞു വരും, അല്ലേ? അത് അനുഭവപ്പെട്ടിട്ടില്ലേ എല്ലാവർക്കും? അത് കുറയുള്ളൂ, മറ്റത് കൂടും. ആ സ്റ്റേജിൽ എത്തണം കേട്ടോ നമ്മൾ. അതായത് നമ്മുടെ പ്യൂരിഫിക്കേഷൻ പ്രോസസ്, ഇത് പ്യൂരിഫിക്കേഷൻ്റെ അതനുസരിച്ചിട്ട് നമ്മൾ എത്രത്തോളം പ്യൂരിഫൈ ആണോ അതനുസരിച്ച് നമ്മുടെ അതിനോടുള്ള ആ ടേസ്റ്റ് കൂടും, അതിനുള്ള ആ ഒരു രുചി ആനന്ദം അത് വർദ്ധിച്ചു കൊണ്ടിരിക്കും. അല്ല നമ്മൾ പ്യൂരിഫൈ ആയിട്ടില്ലെങ്കിൽ അതിനോട് രുചി ഉണ്ടാവില്ല. ഇവിടെ കൽമശങ്ങളും അനർത്ഥങ്ങളും നശിച്ചുകൊണ്ടേയിരിക്കണം, അതിനോട് വിരക്തി വന്നുകൊണ്ടിരിക്കണം, ഇവിടെ ആസക്തി വന്നുകൊണ്ടിരിക്കണം ഭഗവാന്റെ കാര്യങ്ങളിൽ. അപ്പോൾ അതനുസരിച്ചിട്ട് അതിൻ്റെ ആ പ്രൊപ്പോർഷണേറ്റ് റേഷ്യോ അനുസരിച്ചിട്ട് നമ്മളുടെ ആനന്ദം കൂടിക്കൊണ്ടിരിക്കും. അതാണ് ഇൻ ദിസ് വേ ദ സെൽഫ് റിയലൈസ്ഡ് സോൾ പേഴ്സൺ എൻജോയ്സ് അൺലിമിറ്റഡ് ഹാപ്പിനെസ് ഫോർ ഇറ്റ് കോൺസെൻട്രേറ്റ്സ് ഓൺ ദ സുപ്രീം. കാരണം വെച്ചാൽ നമ്മൾ ഭഗവാനിൽ പൂർണ്ണമായും ധ്യാനിക്കുമ്പോൾ, കാരണം ഭഗവാൻ ഹീസ് എ ട്രഷർ ഓഫ് ഓൾ ഹാപ്പിനെസ്, റിസർവർ ഓഫ് ഓൾ ഹാപ്പിനെസ് ആണ് ഭഗവാൻ, അല്ലേ? രാമ എന്ന് പറഞ്ഞ എന്താണ്? റിസർവർ ഓഫ് ഓൾ ഹാപ്പിനെസ്. അപ്പോൾ ആ ഹാപ്പിനെസ്സിനോടുകൂടി നമ്മൾ എപ്പോഴും ആ സംഘം ചേരുമ്പോൾ നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്നു, അല്ലേ? ഒരു ഇരുമ്പിന്റെ കഷ്ണം സദാസമയം അത് തീയിലാണെങ്കിൽ അത് ഇരുമ്പിന്റെ ക്വാളിറ്റി എന്താ? തീയിന്റെ ക്വാളിറ്റി ആയിരിക്കും. അതേപോലെ എപ്പോഴും ആനന്ദമായിരിക്കുന്ന ആ ഭഗവാന്റെ കൂടെ നമ്മുടെ ആ സംഘം ചേരുമ്പോൾ നമ്മളും എപ്പോഴും ആനന്ദമായിരിക്കും. അതാണ് പറഞ്ഞത് സെൽഫ് റിയലൈസ്ഡ് പേഴ്സൺ എൻജോയ്സ് അൺലിമിറ്റഡ് ഹാപ്പിനെസ്.
കാരണം വെച്ചാൽ എപ്പോഴും ഭഗവാന്റെ സംഘത്തിലായിരിക്കും. ഭൗതിക ആ, ഭൗതിക ലോകത്തിലെ ഒന്നും അദ്ദേഹത്തിനെ സ്പർശിക്കുന്നില്ല. ഫോർ ഹി കോൺസെൻട്രേറ്റ്സ് ഓൺ ദി സുപ്രീം. സുപ്രീം ഈസ് unlimitedly blissful. Unlimitedly blissful. So we'll also become unlimitedly blissful when we come in contact with the Supreme. Shri Yamunacharya, a great devotee of Krishna consciousness, said, Yadavadhi mama cheta Krishna padaravinde navanavarasa dhamani udyatam rantumasit tadavadhi bhata nari sangame smaryamane bhavati mukha vikhara sushtu nishtivanam cha. Since I have been engaged in the transcendent loving service of Krishna, realizing ever new pleasure in him, whenever I think of sex pleasure, I spit at the thought and my lips curl with distaste. യമനാചാര്യർ പറയുന്നതാണ് അദ്ദേഹം ഒരു രാജാവായിരിക്കുന്ന സമയത്ത് ഒരുപാട് ഇന്ദ്രിയ തൃപ്തിയില് ഇന്ദ്രിയ ഭോഗങ്ങൾ ഏർപ്പെട്ടിരുന്ന ആളായിരുന്നു. ഓക്കെ, നല്ലൊരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചാണ്. പിന്നീട് ചില കാര്യങ്ങളാൽ അദ്ദേഹം രാജാവായി കുറെ കാലം രാജഭരണം തുടങ്ങി. അപ്പോൾ ആ സമയത്ത് എല്ലാ ഭോഗവൃത്തികളിലും അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ വീണ്ടും നല്ലൊരു ഭക്തനായപ്പോൾ അദ്ദേഹം പറയുന്നതാണ്, അത് ഇങ്ങനെയുള്ള ഇന്ദ്രിയ ഭോഗത്തിന്റെ ഇത് വരുമ്പോൾ എനിക്ക് എൻ്റെ അതെല്ലാം പോയി, അതിനോടുള്ള ഒരു രുചി എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അതാണ് പറയുന്നത്, ഐ സ്പിറ്റ് അറ്റ് ദ തോട്ട്. ആ വിചാരം വരുമ്പോൾ തന്നെ എനിക്ക് ഇതാണ്, മൈ ലിപ്സ് കേൾ വിത്ത് ഡിസ്റ്റേസ്റ്റ്. A person in Brahma Yoga or Krishna consciousness is so absorbed in the loving service of the Lord that he loses his taste for material sense pleasure altogether. അപ്പോൾ ഇങ്ങനെ ബ്രഹ്മസുഖം കിട്ടിയ ഒരു വ്യക്തിക്ക് ഭൗതിക സുഖത്തിൽ ഒട്ടും താല്പര്യം ഉണ്ടാവില്ല. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മളെ നല്ലൊരു 5-star ഹോട്ടൽ ഫെസിലിറ്റി ഉള്ള ഒരു വീട്ടില്, കൊട്ടാരത്തില് എല്ലാ സെർവൻസും ഉണ്ട്, എല്ലാം നമ്മുടെ അറ്റ് അവർ കമാൻഡ്സ്. നമ്മൾ എന്താഗ്രഹിക്കുന്നു ഇറ്റ്സ് റെഡി, ഒരു പ്രശ്നമില്ല. അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിയെ പിടിച്ചിട്ട് ഒരു ചെറിയൊരു കുടിൽ കൊണ്ടിട്ടാൽ അവിടെ AC ഇല്ല, ഫാനില്ല, കമ്പ്യൂട്ടറില്ല, ടെലിവിഷനില്ല, ആൾക്കാർ സംസാരിക്കാനില്ല, ശരിക്കും ഭക്ഷണമില്ല, ഉടുക്കാനില്ല, അങ്ങനത്തെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ടായിരിക്കും എന്തായിരിക്കും സ്ഥിതി? എല്ലാ ആർഭാട ജീവിതത്തിനും എല്ലാ ലക്ഷറിയസ് ലൈഫിൽ നിന്നും ഒരു കുടില്, ഒരു ഹട്ടില്, ഒരു സ്ലം ഏരിയയിൽ കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിനെ താമസിപ്പിച്ചാൽ എന്തായിരിക്കും? അതേപോലെ ആയിരിക്കും. ഭഗവാന്റെ സംഘത്തില് ഭഗവാനോടുകൂടി സേവനം ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത്രയും സന്തോഷം, ആ വ്യക്തി ഭൗതിക ലോകത്തിൽ വന്നാൽ എന്തായിരിക്കും സ്ഥിതി? അതുകൊണ്ട് അവർക്ക് ടേസ്റ്റ് ഉണ്ടായിരിക്കില്ല. സോ he loses his taste for material sense pleasure altogether. The highest pleasure in terms of matter is sex pleasure. The whole world is moving under its spell, and a materialist cannot work at all without this motivation. അപ്പോൾ ഭൗതിക ലോകത്തിലുള്ള സെൻസ് പ്ലഷറിനെ പറ്റിയാണ് പറയുന്നത്. ദാറ്റ് ഈസ് ദ സെക്സ് പ്ലഷർ. അതാണ് ഏറ്റവും, അതിൻ്റെ ഛായയിലാണ്, അതിൻ്റെ ഇതിലാണ് ഈ ലോകം മുഴുവനെ ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? കനകം മൂലം കാമിനി മൂലം കലഹം, എന്താണ് കലഹം പലവിധ, ഉലകിൽ സുലഭം. അപ്പൊ അതിലാണ് ഈ കലഹം മുഴുവനെ, അല്ലേ? നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളും ഇതാ ഈ രണ്ട് കാര്യങ്ങളിൽ നിന്നാണ്. അപ്പോൾ ഈ ഹോൾ മെറ്റീരിയൽ വേൾഡ് ഈസ് മൂവിങ് ആ ഡയറക്ഷനിലാണ്. സോ ബട്ട് എ പേഴ്സൺ എൻഗേജ് ഇൻ കൃഷ്ണ കോൺഷ്യസ്നസ് can work with greater vigor without sex pleasure, which he avoids. That is the test in spiritual realization. Spiritual realization and sex pleasure go ill together. For രണ്ടും ഭൗതിക സുഖം അതേപോലെ കൃഷ്ണ കോൺഷ്യസ്നസ് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. യെസ്, ഇറ്റ് ഈസ് നോട്ട് പ്രൊഹിബിറ്റഡ്. സെൻസ് പ്ലഷർ ഈസ് നോട്ട് പ്രൊഹിബിറ്റഡ്, അത് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇറ്റ് ഷുഡ് ബി റെഗുലേറ്റഡ്. എന്നാൽ മാത്രം റെഗുലേറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ആധ്യാത്മിക തലത്തിലെ പുരോഗതി ഉണ്ടാവും. അപ്പൊ നമ്മള് എനിത്തിങ് ഇൻ എക്സസ് ഈസ് ബാഡ് എന്ന് പറയുന്നത്, അധികമായാൽ അമൃതം വിഷം. അപ്പൊ അതിനാണ് നമുക്ക് റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു വൈദ്യ സാധന ഭക്തിയിലൂടെ പതുക്കെ പതുക്കെ സ്ലോലി ആൻഡ് ഗ്രാജുവലി. ഒരാൾക്ക് ഒരു ചെയിൻ സ്മോക്കറാണ്, 10-50 സിഗരറ്റ് ഒരു ദിവസം വലിക്കുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അതെല്ലാം കൂടി നിർത്താൻ വളരെ ബുദ്ധിമുട്ടാണ് മിക്ക ആൾക്കാരും. ചില ആൾക്കാർക്ക് ഉണ്ടായിരിക്കാം, പറ്റുമായിരിക്കാം, പക്ഷെ മെജോറിറ്റി ആൾക്കാർക്ക് പെട്ടെന്ന് നിർത്താൻ പറ്റില്ല. ദേ കനോട്ട് സ്റ്റോപ്പ്.
അപ്പൊ എന്താ പതുക്കെ പതുക്കെ 50 സിഗരറ്റ് 40 ആക്കുക, 40 30 ആക്കുക, 20 ആക്കുക, 10 ആക്കുക, ഒരു ദിവസം അങ്ങനെ ഇല്ലാതെ അങ്ങനെ സ്ലോലി ആൻഡ് ഗ്രാജുവലി നമ്മൾ റെഡ്യൂസ് കൊടുത്തിട്ട് നമ്മളെ ശുദ്ധീകരിക്കണം. അതേപോലെ നമ്മളുടെ ചില കുട്ടിക്കാലം മുതൽക്ക് ശീലിച്ചു വരുന്ന ചില ദുശീലങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി റെഗുലേഷൻ. ഇപ്പോൾ ഇവിടെ മദ്യ ഷോപ്പിനൊക്കെ ലൈസൻസ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? മദ്യം നല്ലതാണോ? സിഗരറ്റിന് അതിൽ വളരെ ക്ലിയർ ആയിട്ട് എന്താ ഹാനികരമാണെന്ന്, അല്ലേ? ആരോഗ്യത്തിന് ഹാനികരമാണ്. പക്ഷെ എങ്കിലും ആൾക്കാർ വലിക്കുന്നു, കാരണം അഡിക്റ്റഡായി. അപ്പൊ അതുകൊണ്ട് റെഗുലേറ്റ് ചെയ്യുക, അതിന് വില കൂട്ടുക, അതിന് ടാക്സ് കൂട്ടുക. എന്നാൽ അത് ഡിസ്കറേജ് ചെയ്യാൻ വേണ്ടിയാണ്, നല്ലതല്ല. പക്ഷെ അതില്ലാണ്ട് ജീവിക്കാനും പറ്റില്ല ആൾക്കാർക്ക്. അപ്പോൾ ഒരു ലൈസൻസ് കൊടുക്കുക. അത് കംപ്ലീറ്റ് ബാൻ ചെയ്താൽ അപ്പോൾ അവിടെ ബ്ലാക്ക് മാർക്കറ്റിംഗ് മറ്റുള്ള അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇറങ്ങും. അപ്പോൾ അതുകൊണ്ട് റെഗുലേറ്റഡ് ആയിട്ട് പെർമിസിബിൾ വിത്ത് ലൈസൻസും വിത്ത് പെർമിഷനും അതിനെ കൺട്രോൾ ചെയ്യുക. അപ്പം അതുകൊണ്ട് നമ്മളും അങ്ങനെ പതുക്കെ പതുക്കെ കൺട്രോൾ ചെയ്തിട്ട് പൂർണ്ണമായിട്ടും ആ ഉന്നതമായിട്ടുള്ള തലത്തിലേക്ക് ഉയരാൻ നോക്കണം. കാരണം നമ്മളെല്ലാവരും പല ഗുണത്തിന്റെ അധീനത്തിലാണ് ജീവിക്കുന്നത്, തമോ ഗുണത്തിലും രജോ ഗുണത്തിലും സത്വ ഗുണത്തിലും. അപ്പോൾ തമോ ഗുണത്തിലാണെങ്കിൽ രജോ ഗുണത്തിലേക്കും, രജോ ഗുണത്തിലാണെങ്കിൽ സത്വ ഗുണത്തിലേക്കും നമ്മൾ വളരാൻ ശ്രമിക്കണം. ഈ വൈദ്യ സാധന ഭക്തി റെഗുലേറ്റഡ് ലൈഫിലെ കൂടെ നമ്മൾ ഡിസിപ്ലിൻ വേണം. അപ്പൊ അതാണ് ഭഗവത്ഗീത പറഞ്ഞിരിക്കുന്നത്. ഭഗവത്ഗീത നമുക്കൊരു മാനുവലാണ്, ഒരു ലൈഫ് മാനുവലാണ്. എങ്ങനെ നമ്മളെ ശുദ്ധീകരിക്കാം, എങ്ങനെ നമ്മളെ ഒരു നല്ലൊരു മനുഷ്യനാക്കി തീർക്കാം. ഇത് വായിക്കുന്ന മുമ്പേ വായിക്കുന്നവരെ നമ്മൾ മനുഷ്യനല്ല, എപ്പോഴും മനുഷ്യനാണെന്ന് വെച്ചാൽ അല്ല ആക്ച്വലി, പക്ഷെ മനുഷ്യനാവാൻ ശ്രമിക്കുന്നു എന്ന് പറയാം. മറ്റത് അതും പറയാൻ പറ്റില്ല, മനുഷ്യനുമല്ല മനുഷ്യനാവാൻ ശ്രമിക്കുന്നുമില്ല. ആ വ്യത്യാസമുള്ളൂ. So spiritual realization and sex pleasure go ill together. A Krishna conscious person is not attracted to any kind of sense pleasure due to his being a liberated soul. അപ്പോൾ പൂർണ്ണമായിട്ടും മുക്താവസ്ഥയിലുള്ള ഒരു ഭക്തൻ ഇതിനെ പറ്റി യാതൊരു വരിയും, ഒരു ലാമെന്റേഷനും, ഒരു ദുഃഖം അവർക്കില്ല. കാരണം അവർക്കറിയാം ഇതെല്ലാം നമ്മളിവിടെ ബന്ധിപ്പിക്കുന്നു. ഈ അമിതമായിട്ടുള്ള അൺറെഗുലേറ്റഡ് സെൻസ് എൻജോയ്മെന്റ് നമ്മളെ ഈ ഭൗതിക ലോകത്തില് ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിന്ന് നമ്മളെ മുക്തരാക്കുന്നില്ല. അപ്പൊ നമ്മൾ റെഗുലേഷൻ ചെയ്യണം. റെഗുലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു ദിവസം ആ തലത്തിലേക്ക് ഉയരണം. ഓക്കെ, എന്തെങ്കിലും ഓക്കെ. അടുത്ത ശ്ലോകം 5:22. ഏഹി സംസ്പർശജാ ഭോഗ ദുഃഖയോനയ ഏവതി ആദ്യന്തവന്ത കൗന്തേയ നതേഷു രമതേ ബുധ. ഏഹി സംസ്പർശജാ ഭോഗ ദുഃഖയോനയ ഏവതി ആദ്യന്തവത്ത കൗന്തേയ നതേഷു രമതേ ബുധ. സുചി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യേ ഹി സംസ്പർശജാ ഭോഗ ദുഃഖയോനയ ഏവ തേ ആദ്യന്തവന്ത കൗന്ദേയ നതേഷു രമതേ ബുധ. ഹരേ കൃഷ്ണ. മംഗള മാതാജി. ഹരേ കൃഷ്ണ പ്രജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഏഹി സംസ്പർശജാ ഭോഗ ദുഃഖയോനയ ഏവ തേ ആദ്യന്തവന്ത കൗന്ദേയ നതേഷു രമതേ ബുധ. ഹരേ കൃഷ്ണ. സ്മിത മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. യേ ഹി സംസ്പർശജാ ഭോഗ ദുഃഖയോനയ ഏവ തേ ആദ്യന്തവന്ത കൗന്ദേയ നതേഷു രമതേ ബുധഃ. വിവർത്തനം. ബുദ്ധിമാൻ ഭൗതിക കേന്ദ്രീയങ്ങളുമായുള്ള ബന്ധം മൂലമുണ്ടാകുന്ന ദുഃഖങ്ങളിൽ പങ്കുകൊള്ളാറില്ല. അല്ലയോ കുന്തിപുത്ര, ഭൗതിക സുഖങ്ങൾക്ക് ആദിയും അവസാനവും ഉള്ളതുകൊണ്ട് അവയിൽ ഒരിക്കലും ബുദ്ധിമാന്മാർ സന്തോഷം കൊള്ളുന്നില്ല. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. അപ്പൊ എന്താണ് ഇപ്പോൾ പറയുന്നത്? an intelligent person does not take part in the sources of misery which are due to contact with the material senses. So son of Kunti, such pleasures have a beginning and an end, and so the wise man does not delight in them. Okay, beautiful slogan. എന്താണ് പറയുന്നത്? അതായത് ഒരു ബുദ്ധിമാനായിട്ടുള്ള ഒരു വ്യക്തി അവര് ഇതിൽ പങ്കുചേരില്ല. എന്തില്? അതായത് ദുഃഖം ജനിപ്പിക്കുന്ന ആക്ടിവിറ്റീസിൽ ഏതൊരു പ്രക്രിയയാണോ അതിൻ്റെ
അനന്തരഫലം ദുഃഖത്തിൽ ചെന്നെത്തിക്കുന്നത് ആ സോഴ്സിന്, അതിൽ പങ്കുചേരില്ല, അതിൽ പങ്കാളികളാവില്ല. വിച്ച് ആർ ഡ്യൂ ടു, എന്തുകൊണ്ടാണ്? ഡ്യൂ ടു കോണ്ടാക്ട് വിത്ത് മെറ്റീരിയൽ സെൻസസ്. ഓക്കെ, ഇന്ദ്രിയങ്ങള് ഇന്ദ്രിയ വിഷയങ്ങളും തമ്മിൽ സമ്പർക്കം വരുമ്പോൾ നമ്മൾക്ക് ഇന്ദ്രിയ ഭോഗത്തിനുള്ള ആഗ്രഹം ജനിക്കും. അപ്പൊ ബുദ്ധിമാന്മാരായിട്ടുള്ള ആൾക്കാരെന്ത് ചെയ്യുന്നു? അതിൽ രമിക്കില്ല, അതിൽ പങ്കെടുക്കില്ല, അതിൽ പാർട്ടിസിപ്പേറ്റ് ഇല്ല. കാരണം അങ്ങനെ സച്ച് പ്ലേഴ്സ്, അങ്ങനത്തെ ആ സന്തോഷം ടെമ്പററി ആണ്, ഫ്ലിക്കറിങ് ആണ്, ആൻഡ് ഹാവ് എ ബിഗിനിങ്. അത് തുടക്കമുണ്ട്, അതിന് അവസാനമുണ്ട്. അതിൽ അവർ സന്തോഷം കണ്ടെത്തില്ല. കാരണം അത് ഡയറക്റ്റ് ചെയ്യുന്ന എന്താണ്? താൽക്കാലികമായിട്ടുള്ള സന്തോഷം തരുന്നുവെങ്കിലും കൂടിയിട്ട് അത് ചെന്ന് പര്യവസാനിക്കുന്നത് എവിടെയാണ്? സോഴ്സസ് ഓഫ് മിസറി, ദുഃഖത്തിലേക്ക് ചെന്നെത്തിക്കുള്ളൂ അല്ലേ? ദുഃഖത്തില് ഇപ്പൊ ഫോർ എക്സാമ്പിൾ എഗെയിൻ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഭക്ഷണം എടുക്കുക. ഞാനത് കഴിച്ചു, 1 കഴിച്ചു, 2 കഴിച്ചു, 3 കഴിച്ചു, എന്നിട്ടും നാവിന് വയറ് പറയുന്നുണ്ട്, മതി എന്ന് പറയുന്നുണ്ട്. പക്ഷെ നാവിന് ടേസ്റ്റ് കാരണം കൂടുതൽ അത്യാഹാരം. 2 എൻ്റെ ലിമിറ്റ്. പക്ഷെ ഞാൻ 4 കഴിച്ചു, അല്ലെങ്കിൽ 6 കഴിച്ചു, 10 കഴിച്ചു. ആ സമയത്ത് നാവിന്, പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ വയർ അപ്സെറ്റായി, ലൂസ് മോഷനായി, അങ്ങനെ അസുഖം പിടിച്ചു. അപ്പൊ എവിടെ ചെന്നെത്തിച്ചു? കുറച്ചു നേരത്തെ സന്തോഷത്തിന്റെ നാവിന്റെ ടേസ്റ്റിന് വേണ്ടി നമ്മൾ റെഗുലേറ്റ് ചെയ്യാതെ നമ്മൾ ഓവർ ഈറ്റിംഗ് ചെയ്തപ്പോൾ അത് ചെന്ന് നമ്മളെ അസുഖത്തിലേക്ക് എത്തിച്ചു. അതാണ് പറയുന്നത് ടേക്ക് പാർട്ട് ഇൻ ദ സോഴ്സസ് ഓഫ് മിസറി. സംസ്പർശജായോഗ ദുഃഖ യോനയ ഏവത്തെ. ആ സോഴ്സ് ദുഃഖത്തിലേക്കാണത്. ആ താൽക്കാലികമായിട്ടുള്ള ഒരു കുറച്ച് സുഖത്തിന് വേണ്ടിയിട്ട് നമ്മൾ അതിന് അൺറെഗുലേറ്റഡ് ആക്കിയാൽ എന്താണ് അതിൻ്റെ അനന്തരഫലം? ഇതാണ്, നമ്മൾ സഫർ ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ടാണ് വൈസ് മെൻ ഡസ് നോട്ട് ഡിലൈറ്റ് ഇൻ ദം. അങ്ങനത്തെ ടെമ്പററി പ്ലഷറില് ബുദ്ധിമാന്മാര് അത് കിട്ടാൻ വേണ്ടി ശ്രമിക്കില്ല. കാരണം അത് നമ്മളെ ദുഃഖത്തിലേക്ക് എത്തിക്കുള്ളൂ. അപ്പൊ ആദ്യമൊക്കെ നമുക്ക് തോന്നും, ഓ നല്ല രസാട്ടോ, നല്ല ടേസ്റ്റാണ് കഴിക്കുമ്പോൾ. പിന്നെ പിറ്റേ ദിവസം അറിയുള്ളൂ, പിറ്റേ ദിവസം അതിന്റെ കാര്യം അറിയും. ചില സമയത്ത് ചില ആൾക്കാർക്ക് ഭക്ഷണത്തിന്റെ കൂടെ നല്ല അച്ചാറ്, നല്ല എരിവുള്ള അച്ചാറ്, നല്ല ടേസ്റ്റ് ഉണ്ട്, അതൊക്കെ നന്നായി കഴിക്കണം. അത് ഇഷ്ടം കൊണ്ട് കൂടുതൽ കഴിക്കും അല്ലെ? പിന്നെന്തായി? വീണ്ടും സെയിം സ്റ്റൊമക്ക് അപ്സെറ്റ്. പിന്നെ പിറ്റേ ദിവസമാണ് അതിന്റെ പ്രശ്നം മുഴുവനെ അറിയുള്ളൂ. ഇതാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ ചുരുക്കത്തിൽ പറയുന്നത്, അത്രയേ ഉള്ളൂ. യഹി സംസ്പർശജാഭോഗ ദുഃഖ യോനയവത്തെ ആദ്യന്തവത്ത കൗന്തേയ ന തേശു രമതേ ബുദ്ധ. ഇതിന് ആദ്യമുണ്ട്, അവസാനമുണ്ട്. ഈ സുഖത്തിന് തുടക്കമുണ്ട്, അതേപോലെ അവസാനമുണ്ട്. അപ്പൊ അതിൽ നമ്മൾ രമിക്കാതെ പെർമനന്റ് ആയിട്ടുള്ള സുഖം എന്താണോ അതിനു വേണ്ടി ശ്രമിക്കുക. ബുദ്ധിമാന്മാര് അതാണ് ചെയ്യുക, അതാണ് പറയുന്നത്. So material sense pleasure are due to contact of the material senses, which are all temporary because the body itself is temporary. അപ്പോൾ ഭൗതിക ലോകത്തിലെ എല്ലാ സുഖവും ടെമ്പററി ആണ്. അത് ഇന്ദ്രിയ വിഷയങ്ങളിൽ ധ്യാനിക്കുമ്പോൾ അതായിട്ട് സമ്പർക്കത്തിൽ വരുമ്പോൾ കിട്ടുന്ന ഒരു സുഖം, താൽക്കാലിക സുഖം മാത്രം. അതിനാണ് ചപ്പല സുഖം എന്ന് പറയുന്നത്, ഫ്ലിക്കറിങ് ഹാപ്പിനെസ് അല്ലെ? ചപ്പല സുഖത്തിനെ പറ്റിയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലോ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അല്ലേ? പറഞ്ഞില്ലേ അതിനെ പറ്റി? ചപ്പല സുഖത്തിന്റെ സ്റ്റോറി ഓർമ്മയില്ല? സുജിമാതയ്ക്ക് ഓർമ്മയില്ല ഞാൻ പറഞ്ഞത്? ഓർക്കുന്നില്ല പ്രഭു. ഹരേ കൃഷ്ണ. അതായത് ഒരാള് കാട്ടിലേക്ക് പോയി, ആ തേന് കിട്ടിയ കാര്യം ഓർമ്മയില്ല. ഓക്കെ, എന്തായാലും വീണ്ടും പറയാം. ഓക്കെ, ഒരാള് അന്നത്തെ കാലത്ത്, പഴയ കാലത്ത് എന്താ, കാട്ടിലേക്ക് പോകുമ്പോൾ അവിടെ വഴിയൊന്നും, നമ്മൾ വഴി ഉണ്ടാക്കണം. ഓക്കെ, മരം കൊണ്ടുവരാനും പിന്നെ വേറെ പല കാര്യങ്ങൾക്കും കാട്ടിലേക്ക് പോകാന്നൊക്കെ അല്ലെ? എല്ലാത്തേക്കും കൂടെ പട്ടണങ്ങളൊന്നുമില്ല. അപ്പോൾ വഴി ഉണ്ടാക്കിയിട്ട് പോകും. അങ്ങനെ രാത്രിയായി.
തിരിച്ചു വരുന്ന സമയത്ത് വിറകായിട്ട് എടുത്ത് വരികയാണ്. തിരിച്ചു വരുന്ന സമയത്ത് വഴിയില്ല, അപ്പോൾ ഇരുട്ടുമാണ്. ഈവൺ 5 മണിക്കും കൂടി വെയിറ്റ് കാണില്ല, കാരണം സൂര്യ വെളിച്ചം എത്തില്ല അവിടെ. കുറച്ചും കൂടി ഇരുട്ടായപ്പോൾ ഒട്ടും കാണുന്നില്ല. അന്നത്തെ കാലത്ത് ടോർച്ചോ അങ്ങനത്തെ കാര്യമൊന്നുമില്ല. വരുന്ന വഴിക്ക് സ്വന്തം വഴിയൊക്കെ ഉണ്ടായിട്ട് ഒരു പൊട്ടക്കിണറുണ്ടായിരുന്നു. ആ പൊട്ടക്കിണറ് വള്ളിയും ഇതൊക്കെ ആയിട്ട് ഇതായിട്ടിരിക്കുക. അപ്പോൾ അതിൽ ചവിട്ടി നേരെ പൊട്ടക്കിണറിലേക്ക് വീണു. പൊട്ടക്കിണർ വീണപ്പോൾ ഇയാള് തൻ്റെ തലയിലുള്ളതൊക്കെ വീണുപോയി. എങ്ങനെയൊക്കെ പിടിച്ചു, ആ വള്ളിയിൽ പിടിച്ചു തൂങ്ങി. വള്ളിയിൽ പിടിച്ചു തൂങ്ങിയപ്പോൾ ഇദ്ദേഹം, അത് ആക്ച്വലി സംഭവിച്ചെങ്ങനെയല്ല, അദ്ദേഹത്തിന് അവിടെ കാട്ടിൽ ഇതായപ്പോ ഒരു സിംഹ എന്തൊരു വൈൽഡ് അനിമലെ ചേസ് ചെയ്തതാ. അങ്ങനെ ഓടി 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 വന്നപ്പോ ഈ പൊട്ടക്കിണറിൽ വീണ. പൊട്ടക്കിണർ വീണപ്പോ വള്ളി പിടിച്ച് തൂങ്ങിയെന്നു. അപ്പോൾ അതെല്ലാം ഇരുട്ടുമാണ്. പക്ഷെ ആ ചെറിയ വെളിച്ചത്തിൽ അദ്ദേഹത്തിന് താഴെ നോക്കിയപ്പോ നിറച്ചും പാമ്പ്, അതിൽ വെള്ളമല്ല, നിറച്ചും പാമ്പുകളാ. താഴേക്ക് പോകാൻ പറ്റുമോ? മുകളിൽ പിന്നാലെ ഒരു പുലിയോ സിംഹോ എന്തോ ഓടി വന്നിട്ട് അതിങ്ങനെ എത്തി നോക്കുന്നുണ്ട്. ഇപ്പൊ ഒരു മുകളിലേക്ക് വരും, എനിക്ക് മഹാപ്രസാദി ഗോവിന്ദേ, എനിക്കിപ്പോ ആ മന്ത്രം ചൊല്ലാനുള്ള സമയമായി എന്ന് പറഞ്ഞിട്ടിരിക്കണം അവിടെ സിംഹം. അപ്പൊ മുകളിലേക്കും കയറാൻ പറ്റില്ല, താഴേക്കും പോകാൻ പറ്റില്ല. താഴെ കുറെ വിഷങ്ങളുള്ള പാമ്പുകളുടെ മുകളില് സിംഹം. മഹാപ്രസാദി ഗോവിന്ദ എന്ന് പറഞ്ഞിട്ട്, അല്ലെ? പ്രസാദം വരുന്നതിന്റെ മുമ്പ് നമ്മള് മഹാപ്രസാദി ഗോവിന്ദ, അതേപോലെ അവിടെ സിംഹം തയ്യാറായിട്ടിരിക്കുകയാണ്. അതിന്റെ ഇടയില് 2 എലികള്, ഒന്ന് കറുത്തതും ഒന്ന് വെളുത്തതും, അതിങ്ങനെ കുറേശ്ശെ കാർന്ന് തിന്നാണ് ഈ വള്ളി കാണിച്ചത്. ഈ വള്ളിയില് തൂങ്ങണേ. അപ്പൊ ഏത് നിമിഷത്തിലും അത് കാർന്ന് താഴേക്ക് വീഴാം. എങ്ങനെയാലും മുകളിലേക്ക് പോകാന്ന് വെച്ചാൽ മുകളിലേക്കും പോകാൻ പറ്റില്ല. ഇവര് കാർന്ന് അത് മുറിക്കുന്നതിന് മുമ്പേ മുകളിലേക്ക് പോയിട്ട് രക്ഷപ്പെടാൻ വെച്ചാൽ അവിടെ സിംഹം കാത്തേക്കാണ്. ഇവിടെ താഴെ, ഇവിടെ ഇടയിലെ പിടിച്ചിട്ട് 2 എലികളും ഇത് കാർന്ന് തിന്നാം. ആ സമയത്താണ് ആ പൊട്ടക്കിണറിന്റെ മീതെ ഒരു മരത്തിന്റെ ശാഖയില് വലിയൊരു തേനീച്ചക്കൂടുണ്ട്. ആ തേനീച്ചക്കൂടിന് ഒരു ഡ്രോപ്പ് ഹണി, ഒരു ഡ്രോപ്പ് തേന് ഇദ്ദേഹം ഇങ്ങനെ അമ്പരന്ന് ആകെ ശ്വാസം കിട്ടാതെ വായും തുറന്ന് മുകളിലേക്ക് നോക്കിയിരിക്കുകയാണ്. എന്താ ചെയ്യാ ഈശ്വര? അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോ ഒരു ഡ്രോപ്പ് ഹണി നേരെ അയാളുടെ നാവിലേക്ക് വീഴാണ്, ഡ്രോപ്പിൽ. അപ്പൊ ഹണിയല്ലേ, ചക്രക്കുടത്തിൽ കൈയിട്ടാൻ നക്കാത്തവനാരില്ലെന്ന് പറഞ്ഞ പോലെ ഹണി വായിൽ വന്ന് വീഴപ്പോഴും ഇദ്ദേഹം അത് രുചിക്കാൻ തുടങ്ങി. രുചിച്ചത് ആനന്ദിക്കുകയാണ്. മുകളില് മരണം, താഴെ മരണം ആണ്. ഏത് നിമിഷത്തിലും മരണം സംഭവിക്കാം. അതെല്ലാം മറന്ന് ഈ ഒരു ഡ്രോപ്പ് ഹണി ആസ്വദിക്കുകയാണ്. അപ്പൊ അതാണ് നമ്മളുടെ ഈ ജീവിതത്തിലുള്ള ചപലസുഖം, അല്ലേ? മുമ്പിലും പിന്നിലും ഇടതും വലതും മരണമാണ് നമുക്ക്. പക്ഷെ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഇന്ദ്രിയഭോഗം ആസ്വദിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എക്സാക്ട്ലി ഈ ആളുടെ പോലെ. എന്താണ് കറുപ്പും വെളുപ്പും തമ്മിൽ ഉള്ള 2 കളറുള്ള എലികള് ഇത് കടിക്കുന്ന അതിന്റെ എന്താണ് അറിയോ? രാവും പകലും, രാത്രിയും പകലും. രാത്രിയും പകലും നമ്മളുടെ ജീവിതത്തിനെ ഹരിച്ചുകൊണ്ടിരിക്കുകയാണ്, നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അറിയുന്നില്ല. അതാണ് ചപലസുഖം. അപ്പൊ എവറിത്തിങ് ഇസ് ടെമ്പററി. അപ്പൊ നമ്മൾക്ക് അങ്ങനെ കിട്ടുന്ന ആ സുഖം കാരണം നമ്മൾ ബാക്കിയുള്ള ഇംപെൻഡിങ് ഡേഞ്ചേഴ്സ് നമ്മൾ മറക്കുകയാണ്. So a liberated soul is not interested in anything which is temporary, knowing well the joys of transcendental pleasures. How can a liberated soul agree to enjoy false pleasure? In the Padma Purana it is said, Ramante yogino nante satyanande chidatmani iti rama pade nasho param brahma bhidhyayate diyate param brahma bhidhyayate. The mystics derive unlimited transcendental pleasures from the absolute truth. കാരണം absolute truth is unlimited pleasures. അതുകൊണ്ട് മിസ്റ്റിക്സ്, ഭക്തന്മാരെ ഒരുപാട് സുഖം, അൺലിമിറ്റഡ് പ്ലഷേഴ്സ് ഭഗവാനിൽ നിന്ന് ഡിറൈവ് ചെയ്യും. ആൻഡ് therefore the supreme absolute truth, the personality of God is also known as Rama. എന്താണ് അർത്ഥം? Rama means
ദ റിസർവയർ ഓഫ് ഓൾ പ്ലഷേഴ്സ്. അതായത് ആനന്ദത്തിന്റെ ഖജാന, നെവർ എൻഡിങ് ഖജാന. നമ്മളുടെ ഭൗതിക ലോകത്തിലെ ഖജാനയല്ല. നമ്മുടെ ഭൗതിക ലോകത്തിലെ ഖജാന കുറച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എടുത്തു കഴിഞ്ഞാൽ കാലിയാവും. പക്ഷേ ഭഗവാന്റെ ഖജാന അങ്ങനെയല്ല. കൽപ്പതരു എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര ആഗ്രഹിച്ചാലും നമുക്ക് എന്ത് വേണമെങ്കിലും തരാൻ സപ്ലൈ ചെയ്യാനുള്ള കഴിവുകളാണ് കൽപ്പതരു വൃക്ഷം. സുരഭിക്കാവ് എന്ന് പറഞ്ഞാൽ എത്ര പാല് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ആ പശുവിനോട് ചോദിച്ചാൽ നമുക്ക് കിട്ടും, അൺലിമിറ്റഡ്. അപ്പോ ഭഗവാൻ അൺലിമിറ്റഡ് സ്റ്റോക്കുള്ള ഒരു ട്രഷർ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പ്ലഷറും അതേപോലെ അൺലിമിറ്റഡ് ആയിരിക്കും. സോ ഇൻ ദ ശ്രീമദ് ഭാഗവതം ആൾസോ ഇറ്റ് ഈസ് സെറ്റ്, നായം ദേഹോ ദേഹഭാജം നൃലോകേ കഷ്ടാൻ കാമാൻ അർഹതേ വിദ്ഭുജാം യേ തപോ ദിവ്യം പുത്രകായേന സത്വം ശുദ്ധേത് യസ്മാത് ബ്രഹ്മ സൗഖ്യം ത്വ അനന്തം. My dear sons, there is no reason to labor very hard for sense pleasure while in this human form of life. Such pleasures are available to the stool eaters, hogs. Rather, you should undergo penances in this life by which your existence will be purified, and as a result, you will be able to enjoy unlimited transcendental bliss. ഇത് ആരോട് പറയുന്നത്? ഋഷഭദേവൻ പറയുന്നതാണോ? 5.5.1 ശ്രീമദ് ഭാഗവതം. അതെ, 5.5.1 ഋഷഭദേവനാണ് പറയുന്നത്. തൻ്റെ 100 മക്കളോട്. ഒരു മിനിറ്റ് കേട്ടോ, നോക്കട്ടെ ഞാൻ. 5.5.1 അപ്പൊ എന്താണ് പറയാ? എന്താ വായിക്കാം. അപ്പൊ എന്താണ് അദ്ദേഹം പറയുന്നു തന്റെ മക്കളോട്? അതായത് നമ്മുടെ ഇന്ദ്രിയഭോഗത്തിന് വേണ്ടി ഇത്ര പരിശ്രമിക്കേണ്ട ഒരാവശ്യമില്ല. കാരണം ഈ ഇന്ദ്രിയഭോഗങ്ങൾ നമ്മൾ എത്രയോ തവണ ഇതിന്റെ മുമ്പിലത്തെ ലൈഫിൽ ആസ്വദിച്ചു കഴിഞ്ഞു. ടെമ്പററി ആണ്. അതിങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും ഓരോ യോനികളിൽ ജനിച്ചു വരുന്നത്. ദിസ് ഈസ് അവൈലബിൾ ടു ദ സ്റ്റൂൾ ഈറ്റേഴ്സ്, ഹോഗ്സ്, അല്ലേ? നമ്മുടെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ പന്നികൾ, അല്ലേ? അവരോട് ചോദിക്കുകയാണ്. ഇപ്പൊ ഈവൻ നാരദ മഹർഷി ദേവേന്ദ്രന് ഒരു സമയത്ത് പന്നിയായിട്ട് വരേണ്ടി വന്നു. ഋഷഭദേവ ടീച്ചിങ്സ് ആണ്. ഋഷഭദേവൻ പറയാണ് തന്റെ 100 മക്കളോടാണ് പറയുന്നത് ഇൻസ്ട്രക്ഷൻ. നാരദ മഹർഷി വന്ന് പറഞ്ഞു ഇന്ദ്രനോട്, ഇന്ദ്ര കഴിഞ്ഞില്ലേ, നമുക്ക് തിരിച്ചു പോവാം. ഇന്ദ്രന്റെ സീറ്റ്, അങ്ങയുടെ സീറ്റ് അവിടെ കാലിയായി കിടക്കാണ്. അപ്പോൾ ഇന്ദ്രൻ പന്നിയുടെ ആ ദേഹത്തിലാണ്. അപ്പോൾ ഞാൻ എന്തിനാ വരുന്നത്? ഞാനിവിടെ വളരെ സന്തോഷമായിട്ടാണ്, എനിക്ക് ഇഷ്ടം പോലെ മനം കിട്ടുന്നുണ്ട്, ഇഷ്ടം പോലെ പത്നിമാരുണ്ട്, ഇഷ്ടം പോലെ കുട്ടികളുണ്ട്, ഇങ്ങനെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഞാൻ എന്തിനാ അവിടേക്ക് വരുന്നത്? ഇന്ദ്രൻ കാരണം അതാണ്. അപ്പൊ ആ പ്ലഷറ് ഈവൻ സ്റ്റൂൾ ഹീറ്റിംഗ് ഹോഗ്സിനും കൂടിയും കിട്ടുന്നുണ്ട്. സോ എന്താ പേര് വലിയ അത്ഭുതം. നമ്മൾ മനുഷ്യനായിട്ട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇപ്പൊ എല്ലാവർക്കും അതെ, ഒരുപാട് തവണ ഇതെല്ലാം നമ്മള് ഇതിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. ഈ ടെമ്പററി ആയിട്ടുള്ള ഫ്ലിക്കറിങ് ഹാപ്പിനെസ്സിലൂടെ, ചപല സുഖത്തിലൂടെ ഒരുപാട് കടന്നു പോയിട്ടുണ്ട്. വീണ്ടും മനുഷ്യ ജീവിതം കിട്ടിയത് പാഴാക്കേണ്ട ആവശ്യമില്ല. സോ റേദർ അതിന് പകരം യു ഷുഡ് അണ്ടർഗോ പെനാൻസസ്, ഓസ്റ്റെറിറ്റീസ്. പെനാൻസസ് ചെയ്യണം, ഓസ്റ്റെറിറ്റി. എന്തിനാണ്? ബൈ വിച്ച് യുവർ എക്സിസ്റ്റൻസ് വിൽ ബി പ്യൂരിഫൈഡ്, നമ്മളെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ആസ് എ റിസൾട്ട് യു വിൽ ബി ഏബിൾ ടു എൻജോയ് അൺലിമിറ്റഡ് ട്രാൻസെൻഡൻസ്. നമ്മളെ വൈ വി ഷുഡ് കോംപ്രമൈസ് ഫോർ 10 rupees വെൻ ഐ ക്യാൻ ഗെറ്റ് ബില്യൺസ് ഓഫ് റുപ്പീസ്? മാതാജി അല്ലേ? 10 രൂപയ്ക്ക് ഞാൻ എന്തിനാ കോംപ്രമൈസ് ചെയ്യുന്നു എൻ്റെ ഇത് എഫേർട്ട്? എനിക്ക് ബില്യൺസ് ഓഫ് റുപ്പീസ് കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ 10 രൂപയ്ക്ക് എന്തിനാ കരയണം? എനിക്ക് അതിൻ്റെ യോഗ്യതയുണ്ട്. എനിക്ക് ബില്യൺസ് ഓഫ് റുപ്പീസ്, അതായത് ഞാൻ ഒരു മെറ്റീരിയൽ ടേമിൽ പറയാണ്, അത്രയും എനിക്ക് സമ്പത്ത് കിട്ടാനുണ്ടെങ്കിൽ ഈ 10 രൂപയ്ക്ക് വേണ്ടി ഞാൻ എഫേർട്ട് ഇടേണ്ട ഒരു ആവശ്യമില്ല. എന്താണ് ബില്യൺസ് ഓഫ് റുപ്പീസ് പറഞ്ഞാൽ? കണ്ടിന്യൂസ് ആയിട്ട് അൺലിമിറ്റഡ് ഹാപ്പിനെസ് നമുക്ക് അവിടെ കിട്ടാനുള്ള യോഗ്യത നമുക്കുണ്ടെങ്കിൽ, ഈ മനുഷ്യജന്മം നമുക്ക് അവാർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ, എന്തിനാണ് നമ്മുടെ ഈ സ്റ്റൂൾ ഈറ്റിംഗ് ഹോഗ്സിനെ പോലെ ചെറിയ ചെറിയ ചപല സുഖത്തിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നത് എന്നാണ് ചോദ്യം. അതുകൊണ്ട് നമ്മൾ ചെറിയ ഓസ്ട്രേസ് എടുത്ത് നമ്മളെ ശുദ്ധീകരിച്ച് നമുക്ക് അൺലിമിറ്റഡ് ട്രാൻസെൻഡന്റൽ ബ്ലിസ്സിന് വേണ്ടിയിട്ട് ശ്രമിക്കണം.
എന്നാണ് പറയുന്നത്. So therefore, those who are true yogis or learned transcendentalists are not attracted by sense pleasures. അതുകൊണ്ട് ശരിക്കുള്ള യോഗിവര്യന്മാർ, അതായത് ഭഗവാന്റെ സേവനത്തിന് രുചി കിട്ടിയ ആൾക്കാർ, അതേപോലെ പണ്ഡിതന്മാര്, അവരൊന്നും അങ്ങനത്തെ ഇന്ദ്രിയ ഭോഗത്തിലെ ആസ്വദിക്കില്ല. അവർക്ക് അതിനോട് ആകർഷണം ഉണ്ടാവില്ല. വിച്ച് ആർ ദ കോസസ് ഓഫ് കണ്ടിന്യൂസ് മെറ്റീരിയൽ എക്സിസ്റ്റൻസ്. അതാണ് നമ്മുടെ അതായത് ഒരിക്കലും നിർത്താത്ത ആ ഒരു ജന്മമൃത്യു ജരാവ്യാധി ചക്രം, മെറ്റീരിയൽ എക്സിസ്റ്റൻസ്. അതിങ്ങനെ തുറന്നുകൊണ്ടിരിക്കും. ഇപ്പം മനുഷ്യൻ, പിന്നെ മൃഗം, പിന്നെ പക്ഷി, പിന്നെ എന്താ പറയുക മത്സ്യം, പിന്നെ വൃക്ഷം, പിന്നെ വീണ്ടും തിരിച്ച് എന്താ പറയുക മനുഷ്യൻ, പിന്നെ ദേവതമാരെ, പിന്നെ പശുക്കള്, അങ്ങനെ ഈ ചക്രത്തിൽ കൂടെ വന്നും പോയിക്കൊണ്ടേയിരിക്കും. അൺലിമിറ്റഡ് മെറ്റീരിയൽ, കണ്ടിന്യൂസ് മെറ്റീരിയൽ എക്സിസ്റ്റൻസ്. ഏതെങ്കിലും ഒരു യോനിയിൽ നമ്മൾ ജനിച്ചും മരിച്ചും കൊണ്ടേയിരിക്കും. അപ്പോൾ അതിന് എന്തിനാണ് നമ്മൾ വെറുതെ ഇന്ദ്രിയ ഭോഗങ്ങളിൽ ഏർപ്പെടുന്നത്? അത് നിർത്തി ചെറിയൊരു ഓസ്റ്റേറ്റ് എടുത്ത് ഭഗവാനെ സേവിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ ഭഗവാന്റെ കൃപ കൊണ്ടും നമ്മളുടെ ആ ശുദ്ധീകരണം സംഭവിക്കും. പിന്നെ അങ്ങനെ ഭഗവത്ധാമിലേക്ക് നമുക്ക് പോയിട്ട് അൺലിമിറ്റഡ് ട്രാൻസെൻഡന്റൽ ഹാപ്പിനെസ് നമുക്ക് കിട്ടും. ഭഗവാൻ അർജുനോട് പറയുന്നു. ഓക്കെ, സോ അടുത്ത 23 അടുത്ത ക്ലാസ്സിൽ. വാഞ്ചാകൽപതരുദ്ദേശ കൃപാസിന്ധുഭ്യവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ. अनंत कोटि वैष्णवी की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, गो प्रेमानंदे, हरि हरि बोल.